खुश हो गया അമല് വന്നില്ലെങ്കിലും സച്ചും വരണം. പിന്നെ നീ വന്നില്ലെങ്കിൽ എന്നോട് വരാനായിരിക്കും പറഞ്ഞു. പുതിയ ഫോൺ സച്ചിനെ മോഷണം തുടങ്ങിയ നീ? എടാ നമ്മളുടെ പഴയ ഫോണാടാ. എത്ര കാശ് വാങ്ങിയോള്? കാശ തന്നെ. ട്രെയിനിൽ കയറുന്നു, മരുന്ന് കൊടുക്കുന്നു, അവള് ഫോൺ നിനക്ക് തരുന്നു, നീ ഗിഫ്റ്റ് അവക്ക് കൊടുക്കുന്നു. ഇവിടം വരെ ഓക്കെ, ഗുഡ് ജോബ്. പക്ഷെ കറന്റ് സ്റ്റാറ്റസ് എന്താണ്? ഞങ്ങള് ഫ്രണ്ട്സ്. ഫ്രണ്ട് സോൺ. ഈ ഫ്രണ്ട് സോൺ എന്ന് പറഞ്ഞ ഏതാണ്ട് കോമേ കിടക്കണ. ജീവിച്ചിരിക്കണ്ടോന്ന് വെച്ചാൽ ജീവിച്ചിരിക്കണ്ട്, ചത്തോന്ന് വെച്ചാൽ ചത്ത. അതിന്ന് ബോയ് ഫ്രണ്ടിലേക്കുള്ള പോക്ക് ഏറെക്കുറെ അസാധ്യം തന്നെ പറയേണ്ടി വരും. അതാണ് ആർക്കും മനസ്സിലാവൂല. വിളിച്ചോ നീ? സമയം വൈകി വാടങ്ങിട്ട്. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. സച്ചനെ ഇത് അമ്മ അപ്പയും, അമ്മ ഇത് സച്ചൻ, അത് അമ്മ. വാ വന്നിരിക്കെ. എന്താ പറയുന്നു? ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ കാണുമെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ ഹൈദരാബാദ് മൊത്തം ഉണ്ടല്ലോ. അതിന് ക്ലോസ് ആയിട്ടുള്ളവര് മാത്രല്ലേ ഉള്ളൂ ഇവിടെ. ചീപ്പ് സ്റ്റേഷനറി ഐറ്റംസ്. കൊള്ളാം. അതില് വേറൊരു സൂത്രം കൂടിയുണ്ട്. ബോംബായിരിക്കും. ചൊമ്പൂരുപ്പ. കൊള്ളാം. അയ്യോ എനിക്കിഷ്ടായി. jealousy हो रही. ഇത് ഞാൻ അമ്മയ്ക്കും പപ്പയ്ക്കും വേണ്ടി വാങ്ങിയതല്ലേ, നിനക്ക് അപ്പ വേണമെങ്കിലും കഴിക്കാലോ. പുലർച്ചെ 5 മണിക്ക് ബാവർച്ചി ബിരിയാണി ഹൗസിൽ പോയി ക്യൂ നിന്ന് നിനക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് വാങ്ങിയതാ. അത്രയും നേരത്തെ മേടിച്ചാണെങ്കിൽ ഇത് ഉറപ്പായിട്ടും ചീത്തായിട്ടുണ്ടാവില്ല. കേട്ടോ അമ്മ, ഈ റിനു കണ്ണി കണ്ട അലവല വാങ്ങി കൊടുക്കുന്ന ഒക്കെ കഴിക്കും, എന്നിട്ട് വയറ് കേടാക്കും. ഒരു ദിവസം കാലത്ത് എനിക്കൊരു മെസ്സേജ്, ആദ്യം ഞാൻ നാട്ടിൽ പോവാണ്, എനിക്ക് വയറിന് സുഖമില്ല. ഞാനും പാനിക്കായി പോയില്ലേ. പിന്നെ ഇപ്പൊ ഇവിടെ വന്ന് ഇവിടെ നേരിട്ട് കണ്ടപ്പോഴാണ് എന്റെ ശ്വാസം നേരിടുന്നത്. നിങ്ങളെ കൂടെ ഉള്ളതാണ് ഞങ്ങളുടെ ആശ്വാസം. ഇവിടെ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ടൗണിലൊക്കെ താമസിക്കാൻ വരണത്. ഞങ്ങൾക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അല്ല, ഫുഡിന്റെ കാര്യത്തിൽ റിനുവിനെ പറഞ്ഞിട്ട് എന്തിനാ? പാപ്പയ്ക്ക് വല്ല കൺട്രോൾ ഉണ്ടോ? കണ്ടോ പപ്പ അതിന് കൈയെടുത്ത കഴിഞ്ഞ പപ്പയുടെ ഷുഗർ ലെവൽ എത്രയായിരുന്നു? എനിക്കൊന്നും ഓർമ്മയില്ല. എന്നാ എനിക്ക് ഓർമ്മയുണ്ട്, 190. അതുകൊണ്ട് പപ്പ നിങ്ങൾക്ക് കുറച്ച് മധുരം കഴിപ്പ് കൂടുതലാ, അതുകൊണ്ട് മാറ്റിച്ചേ. മാറ്റിക്കേ. അതെ, അത് കഴിക്കണ്ട, അത് അപ്പിയ. മോശം വസ്തു. എന്തൊട്ട് വൃത്തിയോടെ ചിരിച്ചല്ല. ചിരിച്ചോളൂ. പേരൻസ് ഒക്കെ ബോംബെയിലാണോ? നാട്ടിലേക്കൊന്നും വരാറില്ലേ? അവരിടയ്ക്ക് വരാറുണ്ട് പപ്പ. എന്തായാലും അടുത്ത തവണ വരുമ്പോ ഞങ്ങൾ റീനുവിന്റെ വീട്ടിലേക്ക് വരാം. എന്തായാലും നമ്മളൊക്കെ പരിചയപ്പെട്ടിരിക്കേണ്ട ആൾക്കാരാണല്ലോ. അതെ അതെ അതെ. അത്യാതെയാണോ ഇയാളിത് എന്തറിഞ്ഞിട്ടാണ്? ഇത് മമ്മിയുടെ സ്പെഷ്യൽ ചിക്കൻ കറിയാണേ. ആണോ? നോക്കട്ടെ നോക്കട്ടെ. എന്റെ അമ്മോ, ഈ ബിരിയാണി ഇന്നത്തെ സ്റ്റാർ മമ്മയുടെ ചിക്കൻ കറി തന്നെ. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടോ? ഞാനിത് മുഴുവൻ തിന്നു തീർക്കുന്നോ തോന്നുന്നത്. എടേ സച്ചിൻ, വേണേ ചാറ് കൂട്ടി കുറച്ച് അടിച്ചോ. ചോറിന്റെ കഴിക്കേ. അതെങ്കിലും നടക്കട്ടെ. എടാ നിങ്ങൾ എന്താ അവിടെ ഇരിക്കുന്നേ? ഇതിന്റെ ഇടയിൽ എവിടെ ഇരിക്കാനാണ്? അല്ല കുഴപ്പമില്ല, ഞങ്ങളിവിടെ സെറ്റാണ്. ആണോ?
ആന്റി എങ്കിലും ഞങ്ങളുടെ ട്രിപ്പിന് വരണില്ലേ? ട്രിപ്പോ? എന്ത് ട്രിപ്പ്? അയ്യോ അത് ഞാൻ പറയാൻ മറന്നു. നമ്മളെ ഈ ഓഫീസിലെ ക്ലോസ് ഫ്രണ്ട്സ് എല്ലാരും കൂടിയിട്ട് ഒരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ ഹൈദരാബാദ് മൊത്തം കറങ്ങാനാണ് പരിപാടി. പപ്പയും അമ്മയും വരണം. അയ്യോ ഞങ്ങക്ക് നാട്ടിലേക്ക് തിരിച്ചു പോണല്ലോ ആദി. വീടൊക്കെ അടച്ചിട്ടിട്ട് പോകുന്നതല്ലേ? അതെ. നാട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് എന്താ ഇത്ര അത്യാവശ്യം? നിങ്ങൾ ഹൈദരാബാദ് കണ്ടിട്ടില്ലല്ലോ. ട്രിപ്പ് കഴിഞ്ഞ് പോയാൽ മതി. എന്ന് ഞാൻ വികാസനെ കൂടെ വിളിക്കട്ടെ. Who is Vikas? Did I miss something? എന്റെ വുഡ് ബി. ആ വണ്ടിയിൽ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ, അതേ വന്നോട്ടെ. Your would be should be coming. ഓക്കെ. ഇവരും കൂടെ വരട്ടെ അല്ലേ ആദി? വണ്ടിയിൽ സ്ഥലം ഉണ്ടാവും എന്തോ. अभी तो बोल रहे थे വാട്ട് എവർ. ഏതവനൊക്കെ വന്നാലും ഇല്ലെങ്കിലും മമ്മ ഇല്ലെങ്കിൽ ഞാൻ വരില്ല. खराब कर देगा उसको. മമ്മ പപ്പ ഉറങ്ങായിരിക്കും അല്ലേ? ആ, വിളിക്കണോ? ആ വേണ്ട വേണ്ട. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിക്കുവാ. ഓഫീസിൽ നിന്ന് കുറച്ച് സമയം കിട്ടിയപ്പോ ചാടിയതാ. കാർത്തിക കം. പോട്ടെ. ആദി, എന്താ മോളെ? റീനുവിന് ഗിഫ്റ്റ് ഒന്നും കൊടുത്തില്ല. സച്ചിൻ വരെ കൊടുത്തു. സച്ചിൻ വരെ ഇതെന്താ നമ്മളെന്താ? അയ്യോ ഞാനത് മറന്നല്ലേ. റീനു തൽക്കാലം ഇത് പിടിക്കൂ. 10 നോട്ട്. അതെന്ത് വിഷുവാ? അപ്പൊ ഇതുവരെ അവളുടെ നാട്ടിൽ നോക്കി ഇപ്പൊ കിട്ടും. വാവ്. ഷേ ഇത് നോക്കി, ഇതിനകത്ത് സീരിയൽ നമ്പർ എന്റെ ഡേറ്റ് ഓഫ് ബർത്താ. എവിടെ നോക്കട്ടെ. അങ്ങനെ ചേട്ടാ പോലീസ് ഒന്നും വരില്ലല്ലോ അല്ലേ? ഒന്ന് പോയാ ആദി, this is so special. I'm gonna keep this forever. It means a lot. Thank you. നോ പ്രോബ്ലം ഡിയർ. പോട്ടെ. കാണാം. ടാറ്റാ. ടാറ്റാ. ആഫ്റ്റർ യു. ആദി, യു സച്ച് എ ജെന്റിൽമാൻ. എടാ നീ കൊറേ പ്രോഗ്രസ് ഉണ്ടാക്കാൻ നോക്കി, അതിനൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അവൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സത്യം നമ്മൾ ഇനി എന്ത് സമയമല്ലയ്യ. ഞായറാഴ്ച ട്രിപ്പ് പോവല്ലേ? നിങ്ങളോണ്ട് 8ാം ക്ലാസ്സിലെ ആനുവൽ ഡേ കളിച്ച ആ ഡാൻസിന്റെ സ്റ്റെപ്പ് എനിക്കൊന്ന് ഓടിപ്പിച്ച. എന്തിന്? ഇനി നടക്കപ്പോറതി. നീ സുമ്മാവാ. जानबूझ के उसको परेशान कर रहा है. റീനു ഫോൺ കള്ളൻ പിടിയിൽ. ഹോ, എത്ര ലജ്ജാവഹം. നിങ്ങളുടെയൊക്കെ കയ്യിലുള്ള സാധനങ്ങൾ സൂക്ഷിച്ചോട്ടോ. എന്തെങ്കിലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമ്പനി ഉത്തരവാദിയായിരിക്കില്ല. കമ്പനിയോ? ആദി, ഞാനിത് അവനെ കൊടുത്തതാണ്. വെറുതെ അങ്ങ് അസീമയാണോ മോഷിച്ചേക്കുവന്ന്? റീനു അതൊരു JK യു നോ ജോൺ ഓഫ് കെനഡി. പിന്നെ ജയക്കെ ഒന്ന് പോയേ ആദി. ജീവിതത്തിൽ എനിക്ക് തെറ്റുപറ്റിയ അപൂർവം ചില നിമിഷങ്ങളുണ്ട്. സച്ചിൻ സോറി. Come on guys, let's go up. वहाँ भी पीने लग गए. They're drinking. ആദി ഓക്കെ അല്ലേ? ചോപ്പലായിട്ട് നോക്കാതെ दोनों को नहीं दिया बस उसने. റോട്ടിലെ തിരക്കഥയിൽ കൊച്ചുകുട്ടികളെ കൊഞ്ചിക്കുന്നത് പെൺകുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടവും. കൊച്ചിനെ തട്ടി തോളക്കേറ്റ്. डाले. കൊച്ചിനെ പിടിച്ച്. ഞാൻ പറയുന്നതാണല്ലോ ഇപ്പൊ കുഴപ്പം. പ്രൊഡനികെ నాడడి తెలంగాణ బొమ్మలు తెలంగాణ బొమ్మలు తెలంగాణ
Hey, one second. Adi, whenever you're planning for a trip next time, make sure Amal and Sachin are a part of it. Hey, no, bye. ഹായ് ചേട്ടാ ഹായ്. ഇവന്മാരായിട്ടൊരു പോക്ക് പോകുന്നുണ്ട്. ഒടുക്കത്തെ പോക്ക്. എടാ നിന്റെ റെസ്യൂമേ ഞാൻ കണ്ടായിരുന്നല്ലോ. ആ എന്തോന്നാടാ അത്? എന്തേ? റേഷൻ കാർഡിന്റെ ഫ്രണ്ട് പേജ് പോലെ ഉണ്ട്. അല്ല അത് പെട്ടെന്ന് ചെയ്തപ്പോ എടാ ഇങ്ങനൊന്നും അല്ല ഇത് ചെയ്യണ്ടേ. ഒരു കാര്യം ചെയ്, നാളെ നീ എന്റെ കൂടെ വാ, നമുക്ക് ഒരുമിച്ച് പോയത് റെഡിയാക്കാം. ഓ ഒരുമിച്ച് പോവാം. നിങ്ങക്ക് ഓംലെറ്റ് ഇഷ്ടല്ലേ? ആ ആ മതി. അടി ചിക്കി പൊരിച്ചാ മതി. പിന്നെ ഇത് ഹോട്ടലാണ്. പ്രേമം കൊടുമ്പിലുണ്ടിരിക്കാൻ അവൾക്ക്. പിന്നല്ലാണ്ട് മറ്റവൻ ആദി ഏതാണ്ട് ഒതുങ്ങിയ മട്ട. അതുകൊണ്ട് ഇനി ഒരു സാഹചര്യവും സമയവും കിട്ടിയ നീ അവളോട് കാര്യം പറഞ്ഞു. പോടാ അത് ശരിയാവില്ല. എന്താണ് പറയണല്ലേപ്പാ? ഇതാണ് റെസ്യൂമേ. എടി ഡേറ്റ് ഓഫ് ബർത്ത് ആഡ് ചെയ്തിട്ടില്ല. അതെത്രയാ? അത് 16 മാർച്ച് 1999. നീ മാർച്ചാണല്ലേ? ആ അപ്പൊ നീ എന്നെ ചേച്ചിന്ന് വിളിക്കണല്ലോ. ഏ ഞാൻ സെപ്റ്റംബറാ, 98 മോഡൽ. അയ്യോ ഓ അതൊരു പ്രശ്നമാണോ? എന്ത് പ്രശ്നം? നിന്റെ മാരിറ്റൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞേ. എന്താ നോക്ക അൺമാരീഡ്. നാട്ടില് ഭാര്യയും പിള്ളേരൊക്കെ ഉണ്ടോ? ഇങ്ങനെയൊക്കെ അൺമാരീഡായിട്ട് നടന്നാ മതിയോ കൂട്ടുകാരാ? ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? അതെ, അതിനെ കുറിച്ച് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. ഈ അൺമാരീഡിൽ നിന്നും മാരീഡിലേക്ക് മാറാൻ ഒരൊറ്റ യെസ് മതി. ആരുടെ? പെണ്ണിന്റെ അച്ഛന്റെയോ? അല്ല, പെൺകുട്ടിയുടെ. അതേ ഇത് പെണ്ണ്. ആ പെൺകുട്ടി ഇപ്പൊ എന്റെ തൊട്ടുമുമ്പിലിരുന്ന് എനിക്ക് CV റെഡിയാക്കി തന്നോണ്ടിരിക്കുക. നീ എന്നെ പ്രപ്പോസ് ചെയ്താണോ ഇപ്പൊ കേട്ടെ? കേട്ടിട്ട് എന്തോന്നി? എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വേർസ്റ്റ് പ്രപ്പോസൽ. बोल भी कैसे रहा है ऐसे लोगों के? ഇടയ്ക്കിടയ്ക്ക് പ്രപ്പോസൽസ് ഒക്കെ കിട്ടാറുണ്ട്. അപ്പോ ആ ഉണ്ട്. കിട്ടാണ്ടിരിക്കാൻ മാത്രം മോശമാണോ ഞാൻ? എനിക്കും കിട്ടാറുണ്ട് പ്രപ്പോസൽസ്. ഇതെന്താണിത്? എന്തു പറഞ്ഞാലും ഒരു കുലുക്കോ ഇല്ലാത്ത സ്ത്രീയോ? കോമഡി ടൈം ഒക്കെ കഴിഞ്ഞു. നീയേ ഫ്രണ്ട് അടുത്ത് പോവാൻ നോക്കി. കോമഡിയാ? നിനക്ക് ഞാൻ ഈ പറയുന്നൊക്കെ കോമഡി ആയിട്ടാണോ ഒന്ന്? സീരിയസ് ആയിരുന്നോ? അങ്ങനെയാണ് അതിനെ പറ്റിയ മറുപടി ഉണ്ട് എന്റെ കയ്യില്. നടക്കില്ല സച്ചിനെ. ऐसा बोलना ही था उसको ना. എന്നെ ജോലിക്ക് വേണ്ടി റെഫർ ചെയ്യണം, നിന്റെ ഫ്ലാറ്റിലേക്ക് ക്ഷണിക്കണം. ഇപ്പതേ എനിക്ക് CV റെഡിയാക്കി തരണം. എനിക്ക് വേണ്ടി ആരും ഇങ്ങനെ ഒന്നും ചെയ്തു തന്നിട്ടില്ല. ഇതിന്റെ ഒക്കെ അർത്ഥം എന്താണ്? പിന്നെ ഇതിന്റെ അർത്ഥം പിന്നെ പ്രേമം എന്നാണല്ലോ. അതല്ലേ നാട്ടുകടപ്പ്. യോഗ്യരായിട്ടുള്ള പലരും ഉള്ളപ്പോ പിന്നെ യോഗ്യരായിട്ടുള്ള പലരുമോ? പലരും അല്ല, ഒരാള്. आदि ബെസ്റ്റി. കോഴികൾക്കൊക്കെ ഇപ്പൊ ഫ്രീക്ക് പേരാണല്ലോ. ആയിക്കോട്ടെ, എന്തായാലും നീ ഇപ്പൊ കാണിച്ച മാതിരി ആദ്യം കാണിക്കത്തില്ല. അല്ല ഇപ്പൊ ഇതിന്റെ പൈസ ആരും കൊടുക്കും? कितना है? 50. 50 नहीं है, केरला में 10 को मिलेगा. നീ എന്തിനാ ഇത്ര ഷോ കാണിക്കുന്നേ? നിനക്ക് മറ്റേ ഡയലോഗും കൂടി പറയായിരുന്നില്ല ഒരു ഭംഗിക്ക്? എന്ത്? നിനക്ക് എന്നെക്കാൾ നല്ല പെണ്ണിനെ കിട്ടുന്നു. सही था. നല്ല എടാ സച്ചിനെ, എടോ നിങ്ങളോട് ഞാനൊരു 100 തവണ പറഞ്ഞിട്ടുണ്ട്, ഒന്നെങ്കിൽ തന്റെ ബാത്റൂമിലല്ല ടെറസിലോ പോരുന്ന് വലിക്കാനായിട്ട്. എടി നീ ഇവിടെ ഇല്ലാത്തോണ്ട് ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ മരിച്ചെന്ന് വിചാരിച്ചോ? ഇനി എത്ര നേരം എടുക്കും ഇതിനകത്ത് മണമൊന്ന് മാറാനായിട്ട്. വലിയ ലോകമൊക്കെ ചുറ്റിക്കറിയിട്ടുണ്ട്. എന്തിനോ എന്തോ വകതിരെന്ന് പറഞ്ഞ സാധനം ഇല്ല.
എന്തിത് മുകളിൽ പോയി വലിക്ക്. ഞാൻ ഇപ്പൊ വരാം. ഡി റീനു, എടി ഒന്ന് ഡോറ് തുറന്നേ. എന്താ? എടി ഞാൻ നാളെ പേപ്പർ ഇടുവാ. You resign कर. റിസൈൻ ചെയ്യുവാണോ? അതെന്താ പെട്ടെന്ന് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ദേ ഇപ്പൊ തീരുമാനിച്ചുള്ളൂ. ഞങ്ങൾ ഒരാഴ്ചയായിട്ട് സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. വികാസിന് എന്തായാലും ഹൈദരാബാദിലോട്ട് ട്രാൻസ്ഫർ ആയിട്ടൊന്നും തോന്നുന്നില്ലടി. അപ്പൊ ഞാൻ ബാംഗ്ലൂരോട്ട് ഷിഫ്റ്റ് ആയാലോ എന്ന് ഓർക്കുക. വികാസിന്റെ കമ്പനിയിലെ ഓൾമോസ്റ്റ് എല്ലാം സെറ്റാണ്. അത്യാവശ്യം നല്ല പാക്കേജും ഉണ്ട്. അപ്പൊ ഇനി ഇവിടെ ഞാനും ആ വാണ്ടർലസ്റ്റും മാത്രം. അതായത് പ്രാക്ടിക്കലി ഞാൻ ഒറ്റയ്ക്ക്. കുഴപ്പമില്ല.